ചുറ്റും നോക്കിക്കൊണ്ട് നടക്കുന്നതിനിടയിൽ പിറകിലെ പത്തായപ്പുരയിലേക്ക് ആരോ അവളെ വലിച്ചു കയറ്റിയതും ഒരുമിച്ചായിരുന്നു. അതാരാണെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ അവളിൽ യാതൊരു ഞെട്ടലും ഉണ്ടായിരുന്നില്ല. ഉപയോഗമില്ലാത്ത ഈ പത്തായപ്പുരയിലേക്ക് കയറുന്ന രണ്ട് പേരേ ഉള്ളൂ. ഒന്ന് എലി, രണ്ടാമത്തേത് ഗഡോൽക്കച്ചൻ. പാവ എലി തിന്നാൻ എന്തെങ്കിലും കിട്ടുമോ എന്നന്വേഷിച്ചാണ് വരുന്നതെങ്കിൽ ഗഡോൽക്കച്ചൻ വരുന്നതേ മറ്റേതിനാ, മദ്യസേവ. ആരും അറിയത്തുമില്ല. വീടിൻ്റെ ഉള്ളിൽ വെച്ച് തന്നെ കള്ളും കുടിക്കാം. എന്തൊരു ബുദ്ധി! ഇതെല്ലാം അറിയുന്ന ഒരേ ഒരാൾ, നമ്മുടെ എല്ലാമെല്ലാമായ മണി. ആരും പേടിക്കണ്ട, അവളല്ലേ. 2 ചീത്ത കേൾക്കുമ്പോൾ വിളിച്ചു പറഞ്ഞോളൂ. വലിച്ച് ഡോറ് കുറ്റിയിടലും അവളെ പിടിച്ച് നെഞ്ചിൽ പറ്റിച്ചു നിർത്തലും ഞൊടിയിടയിലായിരുന്നു. അവൾ തല ഉയർത്തി നോക്കിയതും കണ്ണുകളിൽ പോലും പുഞ്ചിരി നിറച്ചുകൊണ്ട് പ്രണയത്തോടെ തന്നെ നോക്കുന്ന നന്ദനെ കണ്ട് അവളുടെ കവിൾ നാണത്താൽ ചുവന്നു. പക്ഷേ പെട്ടെന്നുള്ള ഓർമ്മയിൽ അവനിൽ നിന്നും മുഖം മാറ്റിക്കൊണ്ട് വേഗം തന്നെ കുതറുമാറി. താൻ എന്താണ് കാണിക്കുന്നത്? അവൾ ദേഷ്യത്തോടെ മുഖം കൂർപ്പിച്ചു വെച്ചു. നന്ദൻ അതൊന്നും സാരമാക്കാതെ അവളെ ഒന്നുകൂടെ വട്ടം പിടിച്ചതും അവൾ കുതറി നോക്കി. എങ്കിലും നോ രക്ഷ. അവൾ ഇനിയൊന്നും ചെയ്തിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മുഖം സൈഡിലേക്ക് ചിരിച്ചുകൊണ്ട് നിന്നു. മണി, ഡോ മണിക്കുട്ടി. അവൻ മുഖം താഴ്ത്തി അവളെ നോക്കി വിളിച്ചതും അവൾ അല്പം ഗൗരവത്തോടെ എങ്ങോട്ടോ നോക്കി നിൽക്കുകയാണ്. മണിക്കുട്ടി, എന്താടോ, ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ ഇത്രയും അങ്ങ് വെറുത്തുപോയോ? അവളെ കൊള്ളിക്കാൻ പാകത്തിനുള്ള വാക്കുകൾ തന്നെയായിരുന്നു അവൻ തൊടുത്തു വിട്ടത്. അവൾ അതിൽ മൂക്കുകുത്തി വീഴുകയും ചെയ്തു. അവളൊരു ഞെട്ടലോടെ തല ഉയർത്തി അവന് നോക്കി. അവനൊരു കള്ളച്ചിരിയോടെ കണ്ണിറുക്കി കാണിച്ചു. എനിക്കറിയില്ലേ നിന്നെ. ഇനി പറ, എൻ്റെ മണിക്കുട്ടിയുടെ പിണക്കത്തിൻ്റെ കാര്യം എന്താ? അവൻ സൗമ്യതയോടെ ചോദിച്ചതും അവൾ അല്പം പരിഭവം നിറച്ചുകൊണ്ട് അവൻ്റെ ബട്ടൺസിൽ വിരൽ വെച്ച് കറക്കി. അതില്ലേ, എനിക്ക് കോളേജിൽ പോകണ്ട നന്ദേട്ടോ. അവൾ അല്പം മടിച്ചാണെങ്കിലും പറഞ്ഞതും അവനൊന്ന് ചിരിച്ചുകൊണ്ട് ഒരു കൈ കൊണ്ട് അവളുടെ കൈ പിടിച്ചു വെച്ചു. അതോടെ അവൾ തല ഉയർത്തി അവനെ നോക്കി. ഇതിനായിരുന്നോ? അതെന്താ നിനക്ക് പോകണ്ടാത്തത്? കാര്യം പറ, എന്നിട്ട് നമുക്ക് ആലോചിക്കാം. അവൻ അത്രയും പറഞ്ഞുകൊണ്ട് അവളെ തൻ്റെ നെഞ്ചോട് ചേർത്തതും അവൾക്കുള്ളിൽ ഒരു പേടി നിറഞ്ഞു. വിമൻസ് കോളേജ് ആയതുകൊണ്ടാണ് എന്ന് പറഞ്ഞ എടുത്ത് വല്ല തോട്ടിലും കൊണ്ടുപോയിടും എന്നതിന് യാതൊരു സംശയവും വേണ്ട. അവൾ നഖം കടിച്ചുകൊണ്ട് ആലോചിച്ചു. നന്ദേട്ടാ, എനിക്ക് താല്പര്യമില്ലഞ്ഞിട്ടാ. എനിക്കിവിടെ ഇങ്ങനെ നടന്നാൽ മതി. കോളേജിലൊക്കെ പോയി അങ്ങ് പഠിച്ച് വലുതായ എനിക്ക് അഹങ്കാരം വന്നാലോ? അപ്പം ഞാൻ നന്ദേട്ടനെ വേണ്ടാന്ന് പറഞ്ഞാലോ? അതുകൊണ്ടാ, പ്ലീസ്. അവൾ അവൻ്റെ നെഞ്ചിൽ കിടന്നുകൊണ്ട് തന്നെ തല ഉയർത്തി നോക്കിക്കൊണ്ട് പറഞ്ഞതും അവൻ്റെ ചുണ്ടിൽ ഒരു കള്ളച്ചിരി വിരിഞ്ഞു. ആരാ നിന്നോട് പറഞ്ഞ് പഠിച്ച അഹങ്കാരം കൂടുമെന്ന്? എനിക്ക് തോന്നി. എന്നാൽ അങ്ങനെയുള്ള ചിന്തയൊന്നും വേണ്ട. ഞാൻ പഠിച്ചതല്ലേ, നിൻ്റെ ഏട്ടൻ പഠിച്ചതല്ലേ. വെറുതെ അല്ല രണ്ടിൻ്റെ തലയ്ക്ക് മുകളിൽ അഹങ്കാരത്തിൻ്റെ പാണ്ടക്കെട്ട് കെട്ടി വെച്ചേക്കണം. അവൾക്ക് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. അവൾ അവൻ കേൾക്കാത്ത മട്ടിലൊന്ന് പറഞ്ഞതും അവൻ ചിരിയോടെ അവളുടെ നെറ്റിയിൽ വിരൽ വെച്ച് തട്ടി. അവളൊന്ന് മുഖം കൂർപ്പിച്ചുകൊണ്ട് അവനെ നോക്കിയതും അവൻ യാതൊരു ദേഷ്യവും കാണിക്കാതൊന്ന് പുഞ്ചിരിച്ചു. മണി, നിനക്ക് പറഞ്ഞാൽ മനസ്സിലാകുന്നില്ലേ? ഒരു കാലം വരെ നിനക്ക് നിൻ്റെ ഏട്ടനുണ്ടാവും. അത് കഴിഞ്ഞ് ഞാനും. പ്രതീക്ഷിക്കാതെ ഞാനെങ്ങാനും മരിച്ച്. അവൻ പറഞ്ഞു തീരും മുന്നേ അവളുടെ കൈ അവൻ്റെ കവിളിലായി തന്നെ പതിഞ്ഞിരുന്നു. അവളുടെ കണ്ണുകളിൽ അവനെ ദഹിപ്പിക്കാൻ മാത്രമുള്ള കോപം കത്തി നിന്നു. അവൻ അന്തം വിട്ടുകൊണ്ട് കവിളും പൊത്തി അവളെ നോക്കി നിന്നതും അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു. അവൾ മുന്നേക്ക് ആഞ്ഞ് അവനെ കെട്ടിപ്പിടിച്ചു. അവനൊന്ന് പിന്നിലേക്ക് ചാഞ്ഞുവെങ്കിലും ചിരിയോടെ തന്നെ അവളെ ചേർത്ത് പിടിച്ചു. ഇപ്പം നന്ദേട്ടൻ എന്താ വേണ്ടേ? ഞാൻ കോളേജിൽ പോകണം. പോയേക്കാം. അതിനു വേണ്ടി പോലും ഇങ്ങനെയുള്ള സംസാരം വേണ്ട. നന്ദേട്ടനെ അറിയാത്തത് കൊണ്ടാണ്. കൂടെ നിന്നവർ പെട്ടെന്നൊരു ദിവസം നമ്മൾ വിട്ടു പോകുമ്പോൾ അതിൻ്റെ വേദന പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നമ്മുടെ ഹൃദയമൊക്കെ പൊട്ടിപ്പോകുന്ന വേദനയാണ്. നമുക്ക് കരയാൻ പോലും ആകില്ല. വേദനിക്കും നന്ദേട്ട, നന്നായി തന്നെ വേദനിക്കും. അവളുടെ ചിന്തകൾ ഒരു പുകമറയ്ക്കുള്ളിൽ എന്ന പോലെ വെള്ള പുതച്ചു കിടക്കുന്ന 2 ശരീരങ്ങളിൽ എത്തി നിന്നു. അവരുടെ അടുത്തിരുന്ന് വേദനയോടെ വിളിക്കുന്ന ആ 15 വയസ്സുകാരിയിലും നന്ദൻ്റെ ഉള്ളവും ഒന്ന് പിടഞ്ഞു. വേദന കൊണ്ട് നീറുന്നവളെ ഒന്ന് ചേർത്ത് പിടിക്കാൻ, ഒന്ന് സമാധാനിപ്പിക്കാൻ അന്ന് അവനും കഴിയാതെ പോയി. അവൻ മെല്ലെ അവളുടെ മുടിയിലൂടെ തലോടി അവളുടെ നെറുകയിൽ ഒന്ന് ചുണ്ടു ചേർത്തു. എൻ്റെ അച്ഛനും അമ്മയും പോയപ്പോൾ എനിക്ക് അറിയില്ല വേദനിച്ചോ അതോ ഉള്ളം പിടഞ്ഞോ, പക്ഷേ എനിക്ക് മരിക്കാൻ തോന്നിപ്പോയി. അതിനുശേഷം പേടിയാണ് നന്ദേട്ടാ. മരണം എന്ന് കേൾക്കുന്നത് പോലും എനിക്ക് ശ്വാസം മുട്ടും പോലെയാണ്. അതുപോലെ തോന്നുക.
വേദനിപ്പിക്കല്ലേ നന്ദേട്ടാ. അവളുടെ ഏങ്ങലടികൾ അവിടം ഉയർന്നു. നന്ദൻ്റെ കണ്ണുകളും നിറഞ്ഞു കവിഞ്ഞു. അവളുടെ മുഖം പിടിച്ചുയർത്തി ചുംബനം കൊണ്ട് മൂടുമ്പോൾ അവൻ്റെ ചുംബനങ്ങൾക്ക് പോലും കണ്ണുനീരിൻ്റെ ചുവയായിരുന്നു. അവളുടെ മനസ്സിൽ മരണം വിതച്ച ഭീതിയുടെ കണ്ണീരിൻ്റെ ചുവ. വിച്ചേട്ടോയ്! പാടവരമ്പത്ത് കൂടി നടന്നു നീങ്ങുന്ന വിച്ചുവിനെ കണ്ട് അല്പം ദൂരെ നിന്ന് മണി നീട്ടി വിളിച്ചു. അവളുടെ വിളിയിൽ തന്നെ വിച്ചു ഒന്ന് തിരിഞ്ഞു നോക്കിയത് പാടവരമ്പിലൂടെ ഒരു കൈ കൊണ്ട് ധാവണി പാവാടയും അല്പം പൊക്കിപ്പിടിച്ച് ഓടി വരുന്ന അവളെ കണ്ട് ചുണ്ടിൽ പുഞ്ചിരി ഊർന്നു വീണു. കളങ്കം തെല്ലുപോലുമില്ലാത്ത പുഞ്ചിരി. മണി ഓടിക്കൊണ്ട് അവനരികിലെത്തിയപ്പോഴേക്കും അണച്ചു പോയിരുന്നു. നെഞ്ചിൽ കൈവച്ചുകൊണ്ട് സ്വയം ഒന്ന് നിയന്ത്രിച്ചുകൊണ്ട് അവളും പുഞ്ചിരിയോട് അവനെ നോക്കി. എൻ്റെ പൊന്നു മണി, എന്തിനെങ്ങനെ ഓടുന്നേ? നടന്നു വന്നാൽ പോരായോ? അവൻ മുന്നിൽ നടന്നുകൊണ്ട് ചോദിച്ചതും അവൻ്റെ തൊട്ടു പിന്നിലായി തന്നെ അവളും നടന്നു. അല്ല, ഈ നേരത്ത് നീ എവിടുന്ന് വരിക? അപ്പച്ചിയുടെ അടുത്തുനിന്ന്. രാവിലെ പോയതാ. അവിടെ പാറുണ്ടല്ലോ, അവളോട് സംസാരിച്ചിരുന്ന സമയം ഇത്രയായി. അവൾ പറയുമ്പോഴും അവൾ ഇടയ്ക്ക് അവനെ ഒന്ന് പാളി നോക്കി. ചെറുപുഞ്ചിരി ആ ചുണ്ടിൽ അപ്പോഴും തങ്ങി നിൽക്കുന്നത് കണ്ട് അവൾ അറിഞ്ഞൊന്ന് തലയാട്ടി. അല്ല, വിച്ചേട്ടൻ ഇതെവിടേക്കാ? ഞാൻ നമ്മുടെ വായനശാല വരെ. കുറച്ച് പുസ്തകങ്ങൾ എടുക്കാനുണ്ട്. അല്ല, താനിപ്പോൾ പുസ്തകങ്ങളൊന്നും എഴുതാറില്ലേ? പുതിയതൊന്നും കണ്ടില്ലല്ലോ. വേണുമാഷും പറഞ്ഞു ആ വഴി ചെന്നിട്ട് ദിവസങ്ങളായെന്ന്. താഴേക്ക് നോക്കി നടക്കുന്നതിനിടയിൽ അവൻ ചോദിച്ചു. ഒന്ന് പണിപ്പുരയിലുണ്ട് വിച്ചേട്ടാ, മുഴുവനായിട്ടില്ല. പിന്നെ ഈ ഇടയായി ഒരു മടി. അവൾ ഒരു ചമ്മലോടെ തലയും ചൊറിഞ്ഞ് പറഞ്ഞതും വിച്ചു പെട്ടെന്ന് തന്നെ നടത്തം നിർത്തി അവളെ ഒന്ന് തിരിഞ്ഞു നോക്കി. അവളൊന്ന് ഇളിച്ചു. ഈ മടി അത്ര നല്ലതല്ല എൻ്റെ മണിക്കുട്ടി. ചില കഴിവുകൾ ദൈവം എല്ലാവർക്കും നൽകില്ല. നമുക്ക് ദൈവം അനുഗ്രഹിച്ചു തന്ന കഴിവുകൾ വെറും മടിയുടെ പേരിൽ തളച്ചിടരുത് കേട്ടോ. അവനൊരു ഉപദേശം എന്ന കണക്കെ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് നടന്നതും അവളും അവൻ്റെ പിന്നാലെ തന്നെയായി നടന്നു. സൗമ്യത നിറഞ്ഞ സംസാരവും ചുണ്ടിലെ ആ പുഞ്ചിരിയും വിച്ചുവിനെ ഏവർക്കും പ്രിയപ്പെട്ടവനാക്കിയിരുന്നു. അവൻ്റെ ഓരോ വാക്കുകളും പതിവ് തമാശ രീതിയിൽ മണി കണ്ടിരുന്നില്ല. വിച്ചേട്ടാ, പോയിട്ടോ. വീട്ടിലേക്ക് തിരിയുന്ന ഇടവഴിയിലെത്തിയതും അവൾ അവനോട് യാത്ര പറഞ്ഞതും കയ്യിലെ ടോർച്ച് അവൾക്ക് വേണ്ടി ഇടവഴിയിലേക്ക് നീട്ടി അടിച്ചു കൊടുത്തുകൊണ്ട് അവൻ തലയാട്ടി. അവൾ ആ ഇടവഴി കഴിയും വരെ അവൻ അവിടെ തന്നെ നില ഉറച്ചിരുന്നു. ഇടവഴി കഴിയാൻ നേരം അവൾ തിരിഞ്ഞു നോക്കി ഒരു പുഞ്ചിരി അവന് വേണ്ടി നൽകി. ആ മുഖത്തെ നിഷ്കളങ്കത കണ്ട് ശാന്തമായ മുഖത്തോടെ അവനും ഒന്ന് പിഞ്ചിരിച്ചു. ലാ മൂളിക്കൊണ്ട് മണി വീടിൻ്റെ മുറ്റത്തെത്തിയതും കണ്ടു തന്നെ കണ്ണുരുട്ടി നോക്കുന്ന ഗൗതമിനെ. അവൾ ആകെ പേടികൊണ്ട് മുഖം ചുളിച്ചുകൊണ്ട് പുറത്തെ പൈപ്പിൽ നിന്നും കാലി കഴുകി ഉമ്മറത്തേക്ക് കയറുമ്പോഴും ഗൗതം ഗൗരവത്തോടെ എന്തൊക്കെയോ കുത്തിക്കുറിക്കുന്നുണ്ടായിരുന്നു. സംസാരിച്ചു നിന്നപ്പോൾ സമയം പോകുന്നത് അറിഞ്ഞില്ല, അതുകൊണ്ടാണ് നേരം വൈകി. അവൻ തന്നെ മൈൻഡ് ചെയ്യുന്നില്ല എന്ന് കണ്ടതും അവൾ അവിടെ തന്നെ താളം ചവിട്ടി നിന്നുകൊണ്ട് പറഞ്ഞു. ഗൗതം അല്പം പോലും ഗൗരവം വിടാതെ എന്തൊക്കെയോ മറിച്ചു നോക്കുന്നുണ്ട്. അവളൊന്ന് എത്തി നോക്കിയതും ഓർഗാനിക് കെമിസ്ട്രി കണ്ട് ഒന്ന് ചുണ്ടുകൂട്ടിക്കൊണ്ട് മുഖം തിരിച്ചു. ഞാൻ ഏട്ടനോടാ പറയുന്നേ, സംസാരിച്ചു നിന്നപ്പോൾ സമയം പോയതാന്ന് അവൾ അല്പം ശബ്ദം ഉയർത്തിക്കൊണ്ട് പറഞ്ഞു. അവൻ കയ്യിലെ പുസ്തകത്തിൽ നിന്നും നോട്ടം മെല്ലെ മണിയിൽ എത്തിച്ചു നിർത്തി. അതിനിപ്പം ഞാനെന്താ വേണ്ടേ? തലയും കുത്തി നിൽക്കണോ? മിണ്ടാതിരുന്നാലും വന്നോണം. അവൻ അവളെ ഒന്ന് കടുപ്പത്തിൽ നോക്കി പറഞ്ഞു. അവൾ മുഖമൊന്ന് വെട്ടിത്തിരിച്ചു. അല്ലേലും തന്നോടാരാ പറയാൻ വന്നേ? ഇങ്ങനൊരു സാധനത്തിന് ഏട്ടനായി തന്നല്ല ഈശ്വര. അവൾ ദേഷ്യത്തോടെ മുഖവും കയറ്റിക്കൊണ്ട് ഉള്ളിലേക്ക് പോയതും ഗൗതം ചിരിച്ചുകൊണ്ട് കയ്യിലെ ഫോൺ കാതോട് ചേർത്തു. വന്നു, ഇപ്പം കയറി വന്നതേ ഉള്ളൂ. ഇല്ലടാ, പറഞ്ഞിട്ടില്ല. അതിൻ്റെ വാക്കും കേട്ട് നീ ഇങ്ങനെയൊരു തീരുമാനം എടുക്കുമെന്ന് ഞാനറിഞ്ഞോ? പറഞ്ഞാൽ പിന്നെ നിലത്തൊന്നും ആക്കില്ല. ആടാ, ശരി. ഫോൺ വെക്കുമ്പോൾ ഗൗതം ഉള്ളിലേക്ക് വെറുതെ ഒന്ന് പാളി നോക്കി. മണി! ഒരൊറ്റ വിളിയിൽ അവൾ ഉമ്മറത്തെത്തിയിരുന്നു. എന്താ ഏട്ടാ? നന്ദൻ വിളിച്ചിരുന്നു. ഐനി? അവൾ കളിയിൽ ചോദിച്ചതും ഹാളിൽ ഇരുന്നിരുന്ന മുത്തശ്ശി ഒന്ന് പൊട്ടിച്ചിരിച്ചു. ഗൗതം അവളെ നോക്കി ഒന്ന് കണ്ണുരുട്ടി. ഐനി കുന്തം ഡി, നീയൊക്കെ കൂടി അവൻ്റെ മനസ്സ് മാറുന്ന എന്ത് കൂടോത്രാണ് ഡി ചെയ്തത്? നിന്നോട് ഇനി കോളേജിൽ പോകണ്ടാന്ന്. ഗൗതം പറഞ്ഞു നിർത്തിയതും മണിയുടെ കണ്ണുകൾ ഒന്ന് വിടർന്നു. അയ്യ അയ്യ ഹൈ! സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുകയായിരുന്നു അവൾ. വല്ലാതെ അങ്ങ് സന്തോഷിക്കല്ലേ. അതിന് പകരം നാളെ മുതൽ നീ നമ്മുടെ വായനശാലയിൽ പോയിരിക്കണം. നന്ദൻ്റെ കൽപ്പനയാണ്. അടുത്ത വാക്കുകൾ കേട്ടപ്പോഴേ അതുവരെ ഉണ്ടായിരുന്ന സന്തോഷം ആവിയായി പോയ പോലെ അവൾ വാടി ഒടിഞ്ഞ് അവനെ നോക്കി.